നമസ്കാരം. അഷ്ടോത്തര നാമാവലി പങ്ക്തിയിലേക്ക് സ്വാഗതം. സനാതന ധർമ്മത്തിൽ ഏകമായിരിക്കുന്ന പരബ്രഹ്മത്തെ പല രൂപത്തിലും വർണ്ണിക്കുന്നുണ്ട്. പക്ഷേ അന്തിമ ലക്ഷ്യം ഭക്തിയാണ്. മോക്ഷം, ഭക്തി. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമാർത്ഥ കാമ മോക്ഷം കൂടെ ഭക്തി ഉണ്ടാവുകയാണ്. ഭക്തിയിൽ ഭഗവാനും ഭക്തിയും ഭക്തനും ഒന്നായി തീരുക. അതിനു വേണ്ടിയിട്ട് ഓരോരോ ആവശ്യത്തിന് ഭഗവാൻ അവതാരം ചെയ്തതിൽ ഓരോ കഥാപാത്രത്തെയും എടുത്ത് അതാത് മൂർത്തികളെ, ഈശ്വരീയ മൂർത്തികളെ ആരാധിക്കാനാണ് അഷ്ടോത്തര നാമാവലികൾ അല്ലെങ്കിൽ സഹസ്രനാമാവലികൾ. ഇന്ന് ശ്രീ അനന്തപത്മനാഭ അഷ്ടോത്തര ശതനാമാവലി എന്നുള്ള നാമാവലിയാണ് ഉച്ചരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഓം അനന്തായ നമഃ, ഓം പത്മനാഭായ നമഃ, ഓം ശേഷായ നമഃ, ഓം സപ്തഫണാന്യുതായ നമഃ, ഓം തൽപസാത്മകായ നമഃ, ഓം പത്മകരായ നമഃ, ഓം പിംഗപ്രസന്നലോചനായ നമഃ, ഓം ഗദാധരായ നമഃ, ഓം ചതുർബാഹവേ നമഃ, ഓം ശംഖചക്രധരായ നമഃ, ഓം അവ്യയായ നമഃ, ഓം നവാമ്രപല്ലവാഭാസായ നമഃ, ഓം ബ്രഹ്മസൂത്രവിരാജിതായ നമഃ, ഓം ശിലാസുപൂജിതായ നമഃ, ഓം ദേവായ നമഃ, ഓം കൗണ്ഡിന്യവ്രതദോഷിതായ നമഃ, ഓം നഭസ്യശുക്ലസ്തചതുർദശി പൂജ്യായ നമഃ, ഓം ഫണേശ്വരായ നമഃ, ഓം സംഘർഷണായ നമഃ, ഓം ചിൽസ്വരൂപായ നമഃ. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞാലും അവസാനം എവിടേക്കാണ് എത്തിയത്? ഓം ചിത് സ്വരൂപായ നമഃ. ഇതെവിടെ ഉണ്ടാവേണ്ടത്? അവരവരുടെ ഉള്ളിൽ, പുറത്തല്ല. ഇവിടെയാണ് സനാതനധർമ്മത്തിൽ ഒരുപാട് അപച്യുതികൾ സംഭവിക്കും. നമ്മളുടെ വേ ഓഫ് തിങ്കിങ് ശരിയായിട്ടില്ലെങ്കിൽ സനാതനധർമ്മത്തിനൊരു കോട്ടവും വരില്ല. അതിൽ വിശ്വസിക്കുന്നവർക്ക് കാര്യങ്ങൾ നടക്കില്ല. കാരണം എന്താ? ചിത്സ്വരൂപായ നമഃ. ഇത് ഏറെക്കുറെ പസിൽ കളിക്കുന്ന കൂട്ടത്തിലാണ്. എല്ലാവരും ഈശ്വരീയ മാർഗത്തിൽ വരാൻ താല്പര്യമുണ്ടെങ്കിലും അതിന് ഒരുപാട് ഹർഡിൽസ് ഉണ്ട്, പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ ആര് തരണം ചെയ്യണോ അവർ രക്ഷപ്പെടും. ഒരു കാര്യം കൂടി ഞാൻ സ്മരിക്കാം. സാത്വിക ഗുണം, സാത്വിക ഗുണാഹാരം, തമോ ഗുണാഹാരം, രജോ ഗുണാഹാരം. ഇങ്ങനെ ആഹാരത്തിനെ മൂന്നാക്കി വിഭജിച്ചിട്ടുണ്ട്. അതിൽ സാത്വിക ഗുണാഹാരം മാത്രമേ ഈശ്വരീയത നിലനിർത്താനും ഈശ്വരീയ വിചാരങ്ങൾ നിലനിർത്താനും ഈശ്വരീയ ധ്യാന പ്രക്രിയകൾക്ക് ഉപകാരമാവുള്ളൂ. ബാക്കിയുള്ളത് ഉപകാരമാവില്ല. അപ്പോൾ ഒരു സ്റ്റാഞ്ച് സനാതനധർമ്മിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആഹാരത്തിൽ വിനയം പാലിക്കണം, ആഹാരത്തിൽ നീതി പാലിക്കണം. ജീവനുള്ളതിനെ കൊന്നു തിന്നരുത്, കാരണം അത് തമോ ഗുണമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ആർക്കാണ് ആവശ്യം? അച്ഛനമ്മീനും കുറ്റം പറയരുത്. നമ്മുടെ മനസ്സ് ആകാശം മുട്ടുമാറ് വളരാനുള്ള സാഹചര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അത് സ്വീകരിക്കണം നമ്മൾ. അപ്പോൾ ചിൽസ്വരൂപായ നമഃ. ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളതിലൊക്കെ കോംപ്രമൈസ് ചെയ്യാം. ഓം സൂത്രഗന്ധിസു സംസ്ഥിതായ നമഃ, ഓം കൗണ്ഡിന്യവരദായ നമഃ, ഓം പൃഥ്വീധാരിണേ നമഃ, ഓം പാതാളനായകായ നമഃ, ഓം സഹസ്രാക്ഷായ നമഃ. ഈ സഹസ്രാക്ഷായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 999 കഴിഞ്ഞിട്ട് ആയിരമല്ല, ആയിരം കണ്ണുകളുള്ളവൻ, ആയിരം ചെവികളുള്ളവൻ, ആയിരം പാദങ്ങളുള്ളവൻ, ആയിരം കൈകളുള്ളവൻ എന്നർത്ഥം.
അപ്പോൾ ഭഗവാൻ നാമരൂപ വിവർജിതനാണെങ്കിലും ആ ശക്തി വിശേഷത്തിന് എത്തപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളില്ല. കാരണം ഭഗവാൻ സർവജ്ഞനാണ്. ഈ ഒരു ത്വരിത അല്ലെങ്കിൽ ഈ ഒരു ലെസൺ നമ്മുടെ മനസ്സിലില്ലെങ്കിൽ പാത്രം കമുത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന കൂടുതലാവും. അപ്പോൾ ഓം സഹസ്രാക്ഷായ നമ, അത് പുരുഷ സൂക്തത്തിലേക്ക് എത്തി. ശ്രദ്ധിക്കണം, പുരുഷ സൂക്തം അറിയണം, വാക്കിൻ്റെ അർത്ഥം അറിയണം. ഓം അഖിലാധാരായ നമ, ഓം സർവയോഗകൃപാകരായ നമ, ഓം സഹസ്രപത്മസംഭൂജ്യായ നമ, ഓം കേതകീ കുസുമപ്രിയായ നമ. ഈ കേതകീ കുസുമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് പറയുക, ഈ തോട്ടിൻ്റെ പക്കത്ത് കൈതപ്പൂവാണ്. കൈതപ്പൂ. കേതകീ കുസുമപ്രിയായ നമ, ഓം സഹസ്രബാഹവേ നമ, ഓം സഹസ്രശിരസ്സേ നമ, ഓം ശ്രിതജനപ്രിയായ നമ, ഓം ഭക്തദുഃഖഹരായ നമ, ഓം ശ്രീമതേ നമ. ഐശ്വര്യവാനാണ്. ഓം ഭവസാഗരതാരകായ നമ, ഭവസാഗരതാരകായ നമ. അതായത് എനിക്ക് കടക്കാൻ പറ്റാത്തൊരു സങ്കടമാകുന്ന കടലുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരനാമങ്ങളിൽ കൂടെ, ഈശ്വരീയ ലീലാവിനോദങ്ങളിൽ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന തത്വശാസ്ത്രങ്ങളെ ഉൾക്കൊണ്ടാൽ മാത്രമേ ഈ ഭവസാഗരതാരകായ നമ എന്നുള്ളത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഓം യമുനാതീരസദൃഷ്ടായ നമ, ഓം സർവനാഗേന്ദ്രവന്ദിതായ നമ, ഓം യമുനാരാധ്യപാദാബ്ജായ നമ, ഓം യുധിഷ്ഠിരസുഭൂജിതായ നമ, ഓം ധ്യേയായ നമ, ഓം വിഷ്ണുപര്യങ്കായ നമ, ഓം ചക്ഷുശ്രവണവല്ലഭായ നമ, ഓം സർവകാമപ്രദായ നമ, ഓം സേവ്യായ നമ, ഓം ഭീമസേനാമൃതപ്രദായ നമ, ഓം സുരാസുരേന്ദ്രസംഭൂജ്യായ നമ. ഒരു കാര്യം മനസ്സിലാക്കണം, ഈശ്വരനെ അസുരന്മാരും ദേവന്മാരും മനുഷ്യരും എല്ലാവരും പൂജിക്കുന്നുണ്ട്. എല്ലാവരിലും ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്നുണ്ട്. കാരണം എന്താ? ആര് തപസ് ചെയ്യുന്നു, തപസ് ചെയ്യുന്നവൻ്റെ കൂടെ ഭഗവാനുണ്ട്. തപസ് എന്ന് പറഞ്ഞാൽ എന്താ? ആചാരമര്യാദകളോടുകൂടി ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ശരീരത്തിനെ ശോഷണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏകാഗ്രമായ ഭക്തി, വിദ്വേഷം കൊണ്ടും ഭഗവാനെ പ്രാപിക്കാം. സ്നേഹം കൊണ്ട് ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ട്, ആ ഭർത്താവ് എന്ന് പറഞ്ഞത് ലൗകികത്തിലുള്ള ഭർത്താവല്ല, ആധ്യാത്മികത്തിലൊരു ഭർത്താവുണ്ട്. അതറിഞ്ഞിട്ടില്ലെങ്കിൽ നരകം ഫലം. കാരണം എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും പരിരക്ഷിച്ചു വരുന്ന ഭഗവാൻ ആണ് ഭർത്താവ്. ഇതറിയാതെ കണ്ട് നമ്മൾക്ക് ആധ്യാത്മിക കാര്യത്തിൽ പുരോഗമിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഓം സുരാസുരേന്ദ്ര സംഭൂജ്യായ നമ, ഓം ഫണാമണി വിഭൂഷിതായ നമ, ഓം സത്വമൂർത്തയേ നമ. എന്തിനാ സത്വമൂർത്തയെ എന്ന് പറഞ്ഞത്? സാത്വിക ഗുണം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, തമോ ഗുണം കൊണ്ടും രജോ ഗുണം കൊണ്ടും ജീവിക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കണം. ഓം സത്വമൂർത്തയേ നമ, ഓം ശുക്ലധനവേ നമ, ഓം നീലവാസസേ നമ, ഓം ജഗദ്ഗുരവേ നമ, ഓം അവ്യക്തപാദായ നമ, ഓം ബ്രഹ്മണ്യായ നമ. ഇതെന്താ സാധനം? ബ്രഹ്മണ്യായ നമ. ബ്രാഹ്മണ്യം, ബ്രഹ്മണ്യം, ബ്രഹ്മത്തിനെ അനുസന്ധാനം ചെയ്യുക. ബ്രഹ്മം എന്നുള്ളത് ഞാൻ തന്നെ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി. നിങ്ങളും ഓരോരുത്തരും ബ്രഹ്മമാണ് എന്നുള്ള അറിവുണ്ടായാൽ ജീവിതത്തിൽ ഓപ്പറേഷൻ ഉണ്ടായി. കോർപ്പറേഷനല്ല, ഓപ്പറേഷൻ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾക്ക് വശത്തായി തീരും.
അപബ്രഹ്മണ്യായ നമഃ. ഓം സുബ്രഹ്മണ്യനിവാസഭുവേ നമഃ. ഓം അനന്തഭോഗശയനായ നമഃ. ഓം ദിവാകരമുനീഢിതായ നമഃ. ഓം മധുകവൃക്ഷസംസ്ഥാനായ നമഃ. ഓം ദിവാകരവരപ്രദായ നമഃ. ഓം ദക്ഷഹസ്തസദാ പൂജ്യ ശിവലിംഗനിവഷ്ഠിതയേ നമഃ. ഓം ത്രിപദീഹാരസന്ദൃശ്യമുഖാദാഭിപാദാംബുജായ നമഃ. ഓം നൃസിംഹക്ഷേത്രനിലയായ നമഃ. ഓം ദുർഗാസമന്വിതായ നമഃ. ഓം മത്സ്യതീർത്ഥവിഹാരിണേ നമഃ. ഓം ധർമ്മധർമ്മധിരൂപവതേ നമഃ. ഓം മഹാഭോഗായുധായ നമഃ. ഓം വാർധീതീരസ്ഥായ നമഃ. ഓം കരുണാനിധയേ നമഃ. ഓം താമ്രപർണീ പാർശ്വവർത്തിനേ നമഃ. ഓം മഹതേ നമഃ. ഓം ധർമ്മപരായണായ നമഃ. ഓം മഹാഭാഷ്യപ്രണേത്രേ നമഃ. ഓം നാഗാലോകേശ്വരായ നമഃ. ഓം സ്വായംഭുവേ നമഃ. ഓം രത്നസിംഹാസനാസീനായ നമഃ. ഓം സ്ഫുരന്മകരകുണ്ഡലായ നമഃ. ഓം സഹസ്രാദിത്യശങ്കാശായ നമഃ. ഓം പുരാണപുരുഷായ നമഃ. ഓം ജ്വലരത്നകിരീടാഢ്യായ നമഃ. ഓം സർവാഭരണഭൂഷിതായ നമഃ. ഓം നാഗകന്യാവൃതപ്രാന്തായ നമഃ. ഓം ദിക്പാലപരിഭൂജിതായ നമഃ. ഓം ഗന്ധർവഗാനസന്തുഷ്ടായ നമഃ. ഓം യോഗശാസ്ത്രപ്രവർത്തകായ നമഃ. അർത്ഥം മനസ്സിലാക്കണം. യോഗശാസ്ത്രപ്രവർത്തകായ നമഃ. യോഗം എന്ന് പറഞ്ഞാൽ ഒന്നായി തീരാം. കർമ്മകാണ്ഡത്തോടെയും ഭക്തികാണ്ഡത്തോടും ജ്ഞാനകാണ്ഡത്തോടു കൂടിയിട്ടും ഒക്കെ ഈശ്വരനെ പ്രാപിക്കാം, ഈശ്വരനായി തീരാം. അതാണ് യോഗശാസ്ത്രപ്രവർത്തകായ, യോഗശാസ്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവൻ. ഓം ദേവവൈണികസംഭൂജ്യായ നമഃ. ഓം വൈകുണ്ഠായ നമഃ. ഓം സർവതോമുഖായ നമഃ. ഓം രത്നാംഗദലസൽബാഹവേ നമഃ. ഓം ബലഭദ്രായ നമഃ. ഓം പ്രലംഭഗ്നേ നമഃ. ഓം കാന്തീകർഷണായ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം രേവതീപ്രിയായ നമഃ. ഓം നിരാധാരായ നമഃ. ഓം കപിലായ നമഃ. ഓം കാമപാലായ നമഃ. ഓം അച്യുതാഗ്രജായ നമഃ. ഓം അസ്തീകഗുരവേ നമഃ. ഓം അവ്യഗ്രായ നമഃ. ഓം ബലദേവായ നമഃ. ഈ ബലദേവായ നമഃ എന്നുള്ളതും അച്യുതാഗ്രജായ എന്നുള്ളതും അർത്ഥത്തിലൊന്നാണ്. അച്യുതൻ്റെ അഗ്രജൻ എന്ന് പറഞ്ഞാൽ നാശരഹിതനായ കേശവൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ ബലരാമൻ എന്നർത്ഥം വരും. ഓം ബലദേവായ നമഃ. ഓം മഹാബലായ നമഃ. ഓം അജായ നമഃ. ഓം വാതാശനാധീശായ നമഃ. വാതാശനം കാറ്റിനെ ഭുജിക്കുന്ന, കാറ്റിനെ ഭുജിക്കുന്നവന് അധീശനായവൻ എന്ന് പറഞ്ഞാൽ സംഘർഷണമൂർത്തിയുടെ മുകളിൽ പിന്നെ കിടക്കുന്നവെന്നൊക്കെ അർത്ഥം പറയണം. ഓം മഹാതേജസേ നമഃ. ഓം നിരഞ്ജനായ നമഃ. ഓം സർവലോകപ്രതാപനായ നമഃ. ഓം സജ്വാലപ്രളയാഗ്നിമുഖേ നമഃ. ഓം സർവലോകൈകസംഹർത്രേ നമഃ. ഓം സർവേഷ്ടാർത്ഥപ്രദായകായ നമഃ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിച്ചത്. അപ്പോൾ ഫോർ യുവർ ഇൻഫർമേഷൻ, ഇത് ശ്രീ പത്മനാഭസ്വാമി അഷ്ടോത്തരാണ്. വെങ്കടേശ്വര അഷ്ടോത്തരത്തിൽ 3 or 4 പറയുന്നുണ്ട്. ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? കാരണം ആൾക്കാർ ഹെഡിങ് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ ഒന്നിൻ്റെ ഇടയ്ക്ക് പറയാം, ആൾക്കാർ കേട്ടോട്ടെ. ഈ സഹസ്രനാമത്തിനെ തന്നെ നമ്മൾ 9 വിഭജിച്ചിട്ടുണ്ടെങ്കിൽ 108 നമുക്ക് 9 ഉണ്ടാക്കാം ഇല്ലേ? അപ്പോൾ
എന്തിനാണ് ഓരോ നാമത്തിൻ്റെയും അർത്ഥവിചാരം ചെയ്തിട്ട് ഈശ്വരൻ്റെ വിഭൂതികളെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.